സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അങ്ങനെ കേരളം ആഗ്രഹിച്ച, നാം ഓരോരുത്തരും ആഗ്രഹിച്ച ആ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഹൈക്കമാൻഡിൽ നിന്ന് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്ന ആ വലിയ പ്രഖ്യാപനം ഇതാ കേരളത്തിന്റെ തെരുവോരങ്ങളിലേക്ക് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടി നമുക്കറിയാം, വളരെ വ്യക്തമാകുന്നത് ജനങ്ങളെ പരിഗണിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ പരിഗണിച്ച് വിജയത്തിലേക്ക് എത്തിച്ച ഒരു നായകനാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നത്. അതുമാത്രവുമല്ല, ഹൈക്കമാൻഡ് കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്നിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിലെ ചില ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് വി.ഡി. സതീശൻ എന്ന നായകൻ വന്നതിന് ശേഷം അദ്ദേഹം ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ല എന്നതു മാത്രമല്ല, ഇനി അങ്ങോട്ട് കോൺഗ്രസിന്റെ സമവാക്യം കേരളത്തിൽ വിജയിച്ചു കാണുന്നത് അത് ഗ്രൂപ്പ് സമവാക്യങ്ങളല്ല, ജനങ്ങളുടെ തീരുമാനങ്ങളാണ് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി കൊണ്ടായിരുന്നു ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു തീരുമാനം വന്നത്. നമുക്കറിയാം, ഗ്രൂപ്പിന് വഴപ്പെട്ടുകൊണ്ടും സീനിയോറിറ്റിയും മറ്റും പരിഗണിച്ചുകൊണ്ട് കോൺഗ്രസ് കാലങ്ങളായി തീരുമാനിച്ചിരുന്ന മുഖ്യമന്ത്രിമാരാണ് പല സ്റ്റേറ്റുകളിലും കോൺഗ്രസിനെ നശിപ്പിച്ചു കളഞ്ഞതും കോൺഗ്രസിനെ ഇല്ലാതാക്കി കളഞ്ഞതെന്നും നമുക്ക് മുന്നിലുള്ള കോൺഗ്രസിന് മുന്നിലുള്ള പല ഉദാഹരണങ്ങളെയും മറ്റുമൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാകണം കേരളത്തിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത, എന്നാൽ MLA-മാരുടെ സപ്പോർട്ടിന് പരിഗണന കൊടുക്കാതെ തന്നെ, അതായത് KC വേണുഗോപാലിനായിരുന്നു MLA-മാരുടെ കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നതെന്നിരിക്കെ, രമേശ് ചെന്നിത്തലക്കായിരുന്നു ഏറ്റവും വലിയ സീനിയോറിറ്റി ഉണ്ടായിരുന്നത് എന്നിരിക്കെ, ജനങ്ങളുടെ തീരുമാനത്തിന് ഹൈക്കമാൻഡ് വഴങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. തീർച്ചയായും ഇത് മുസ്ലിം ലീഗിന്റെ വിജയമാണ്. തീർച്ചയായും ഇത് ഘടകകക്ഷിക്ക് UDF-ൽ പരിഗണനയുണ്ട് എന്നതിന്റെ വിജയമാണ്. ഇത് ജനങ്ങളുടെ വിജയമാണ്. ഇത് കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് ഒരർത്ഥവുമില്ല. ഇനി അങ്ങോട്ട് ഗ്രൂപ്പുകളില്ല. ഒരൊറ്റ ഗ്രൂപ്പായി, ടീം UDF ആയി, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരായി തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള ഏറ്റവും വലിയ ഒരു ആശയമാണ് ഇപ്പോൾ കേരള ജനതയ്ക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇത് കേരളം 102 സീറ്റിലേക്ക് എത്തിച്ച കേരള ജനത കൊടുത്ത വിജയത്തിനുള്ള നന്ദി പ്രകടനമാണ് എന്ന് തന്നെ വേണം പറയാൻ. ഇത് ജനങ്ങൾ ആഗ്രഹിച്ചതാണ്. വി.ഡി. സതീശൻ എന്ന നായകൻ ഇനി വരുന്ന 5 വർഷവും ഇവിടെ കേരളം ഭരിക്കും. ഇത്തരത്തിൽ തന്നെ ഈ ഒരു കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം, ഇപ്പോൾ 10 ദിവസമായി മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കഴിയാതെ അനിശ്ചിതത്വത്തിൽ നീങ്ങിക്കൊണ്ടിരുന്ന ഈ UDF സംവിധാനം ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരുപക്ഷെ 5 വർഷത്തിനപ്പുറത്തേക്ക് സർക്കാർ പോവുകയില്ല. പക്ഷേ ഘടകകക്ഷികളെ പരിഗണിച്ചുകൊണ്ടുള്ള ഈ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഇനി അങ്ങോട്ട് മുസ്ലിം ലീഗിനും കോൺഗ്രസിലും ഇടയിൽ ഒരു വിള്ളലുമില്ലാത്ത രീതിയിൽ പോകാൻ സാധ്യതയുണ്ട്. കാരണം മുസ്ലിം ലീഗ് പരിഗണിച്ചത് വി.ഡി. സതീശനെ അതുകൊണ്ട് മാത്രമാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാത്ത ഒരു നേതാവാണ് വി.ഡി. സതീശൻ എന്നും, വി.ഡി. സതീശൻ തന്റെ 5 വർഷത്തെ പ്രതിപക്ഷ നേതാവായുള്ള പ്രവർത്തനങ്ങൾക്ക് നടുവിൽ അദ്ദേഹം സ്വയം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ മറന്നുപോയ ഒരു വ്യക്തിയാണെന്നും, അല്ലെങ്കിൽ അദ്ദേഹം ടീം UDF എന്നതിനപ്പുറത്തേക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളത് കാരണവും കൂടിയായിരിക്കാം മുസ്ലിം ലീഗ് ഇത്ര കണ്ട് വി.ഡി. സതീശനെ പരിഗണിച്ചത് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ കടുത്ത സപ്പോർട്ട്, അതായത് ഘടകകക്ഷിയിലെ ഏറ്റവും വലിയ 2ാമത്തെ ശക്തിയായ മുസ്ലിം ലീഗിന്റെ ശക്തിയോടുകൂടെ UDF മുന്നോട്ട് പോകുകയാണെങ്കിൽ പിണറായി വിജയൻ ഭരിച്ചതുപോലെ 10 വർഷം ഭരിക്കുവാൻ ഒരുപക്ഷെ UDF-ന് കഴിഞ്ഞേക്കും. പക്ഷേ ആ യോജിപ്പിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല. ഒരു രീതിയിലുള്ള ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളും ഇതിന് നടുവിൽ ഒരിക്കലും വരാൻ പാടില്ല. വി.ഡി. സതീശൻ എന്ന നിലപാടിന്റെ രാജകുമാരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നു എന്ന മുദ്രാവാക്യങ്ങളാണ് കേരളത്തിലുടനീളം കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ UDF-ന്റെ പ്രവർത്തകരും ഇപ്പോൾ മുദ്രാവാക്യങ്ങളായി മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വി.ഡി. സതീശൻ എന്ന പേര് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഒരുപക്ഷെ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പരിഗണിച്ചിരുന്നുവെങ്കിൽ കേരളത്തിൽ നിന്ന് ജനങ്ങൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുമെന്ന് കേരളത്തിലെ നേതാക്കൾ അവിടെ ഹൈക്കമാൻഡിനെ അറിയിക്കുകയായിരുന്നു. ഇത് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നതിലേക്ക് നയിക്കുമെന്നും, ഇത് ഇത്രയും വലിയ വിജയം തന്ന ജനങ്ങളെ പുച്ഛിക്കുന്നതിന് തുല്യമാണെന്നും
കേരളത്തിലെ മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. MLA-മാരുടെ പിന്തുണ കൂടുതലും ഈ KC വേണുഗോപാലിനായിട്ടും KCയെ തീരുമാനിക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നുള്ളത് ജനവിജയം തന്നെയായി നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ പാൻ കേരള എന്ന താരപരിവേശമുള്ള ഷാഫി പറമ്പിലിന്റെയും അതുപോലെ തന്നെ ഷാഫിയെ പിന്താങ്ങിയ അഭിജിത്തിനെ പോലെയുള്ള ചില MLA-മാരുടെയും ഒക്കെ പരിശ്രമം, എന്തിലധികം തൃക്കരിപ്പൂരിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ ശക്തിയുള്ള തൃക്കരിപ്പൂരിൽ നിന്ന് പോലും വിജയിച്ചു വന്ന സന്ദീപ് വാര്യരുടെ പോലും പരിശ്രമങ്ങൾക്കാണ് ഇവിടെ പരാജയമുണ്ടായിരിക്കുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് ഒരു ശക്തിയുമില്ല. ഇനിയങ്ങോട്ട് കേരളത്തെ നയിക്കാൻ പോകുന്നത് ജനശക്തിയാണ്, ജനപക്ഷമാണ്, VD സതീശൻ എന്ന നായകനാണ് എന്ന മെസ്സേജാണ് ഇതിലൂടെ വരുന്നത്. നമുക്കറിയാം, കോൺഗ്രസ് പല കാലങ്ങളായി പല തീരുമാനങ്ങളും ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ എടുക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിന് അത് വലിയ ഒരു 10 വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോലും കോൺഗ്രസ് പോയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതാ രമേശ് ചെന്നിത്തലയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ 5 വർഷത്തെ പ്രതിപക്ഷ നേതാവിന്റെ കാലയളവിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് ഭരണം പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ ഒരു സന്ദർഭത്തിലാണ് VD സതീശൻ എന്ന നിലപാടുള്ള നായകനെ അങ്ങ് ഹൈക്കമാൻഡ് സോണിയാഗാന്ധി നേരിട്ട് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നതും അങ്ങനെ സോണിയക്ക് ഞാൻ കൊടുത്ത വാക്കാണ് കേരളത്തെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഞാൻ വിജയിപ്പിച്ചു കൊണ്ടുവരുമെന്ന വാക്ക്. അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെയും പാലിച്ചിരിക്കുന്നു. അദ്ദേഹം 100-ൽ പരം സീറ്റുകൾ പ്രഖ്യാപിച്ചു. അദ്ദേഹം പറഞ്ഞതുപോലെ ജനങ്ങൾ അത് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ച ഓരോ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുമാണ് കേരളം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ആ ജനങ്ങൾ കൂടെ നിന്നതിനുള്ള ഒരു നന്ദിയായി കൂടി ഈ പ്രഖ്യാപനത്തെ ജനം ഉറ്റുനോക്കുകയാണ്. ഇനിയങ്ങോട്ടുള്ള 5 വർഷം VD സതീശനാണ് UDF-നെ നയിക്കുക, കേരളത്തെ നയിക്കുക, നമ്മെ ഓരോരുത്തരുടെയും മുഖ്യമന്ത്രിയായി നമ്മെ ഓരോരുത്തരെയും നയിക്കുക VD സതീശൻ എന്ന നേതാവാണ്. അദ്ദേഹത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.